ഇവരാണ് മനുഷ്യൻ്റെ ഫസ്റ്റ് പൂർവികർ എന്ന് പറയുന്നത്. ഇവരുടെ റൂട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്, എങ്ങനെയാണ് മരത്തിൽ താമസിച്ച നമ്മൾ എങ്ങനെയാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയതെന്നും അവിടെ നിന്ന് എങ്ങനെ ഫുഡ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇവരുടെ പേര് ആർട്ടിപെത്തിക്കൽ റെമിഡസ് എന്നാണ്. ആർട്ടിപെത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട്. ഈ ഡോക്യുമെൻ്ററിൻ്റെ പേര് ഔട്ട് ഓഫ് ദ ക്രാഡിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ താമസിച്ചിരുന്ന മരത്തിലായിരുന്നു, മരത്തിൻ്റെ തൊട്ടിലായിരുന്നു. അത്രയും തിങ്ങി നിരന്ന മരത്തിൽ നിന്നും നമ്മൾ എങ്ങനെ നിലത്ത് നിന്നായിരുന്നു ഇന്നലത്തെ ടോപ്പിക് എടുത്തത്. നിങ്ങൾ ഈ കാണുന്ന മൃഗം കണ്ടോ? ഈ കാണുന്ന മൃഗം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇത് ജിറാഫാണ്. അപ്പം ജിറാഫിൻ്റെ ആൻസിസ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. ജിറാഫ് എന്ന് പറയുന്നത് ഈ മരത്തിന് ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട മരമായിരുന്നു ജിറാഫിന്. ഇത് ഒക്കേഷൻ എന്ന് പറയും. അപ്പം കുറേ കാലങ്ങളായി ജിറാഫ് ഇത് തിന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ മരത്തിനും സർവേ ചെയ്യണമല്ലോ. അങ്ങനെ ഈ മരം എന്ത് ചെയ്ത് അവർക്ക് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് മരം കുറച്ച് ടോളറാവാൻ തുടങ്ങി, പൊന്താൻ തുടങ്ങി. ആദ്യം ഈ മരം എന്ന് പറയുന്നത് ടോട്ടലി ഇങ്ങനെ പടർന്നിട്ടായിരുന്നു. അതിനുശേഷം മരം എന്ത് ചെയ്ത് നേരെ പൊന്തിട്ട് മേലെ മാത്രം ചില്ല വരാൻ തുടങ്ങി. അപ്പം ജിറാഫിന് സർവേ ചെയ്യണം. ജിറാഫിന് സർവേ ചെയ്യണം എന്ത്? അപ്പം ജിറാഫ് പറഞ്ഞ് മരത്തിനോട് പറഞ്ഞു, മരം നീ വിചാരിച്ചാൽ ഞാനൊരു നോർമൽ പേഴ്സൺ ആണ്. അപ്പം ജിറാഫ് എന്ത് ചെയ്തു? ജിറാഫിന് ടോളറാവാൻ തുടങ്ങി. അതായത് ജിറാഫിന് ടോളറായി തുടങ്ങി. ഇതെന്തിനാണ് ഞാനിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എവല്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ചേഞ്ച് അനുസരിച്ച്, നമ്മുടെ പ്രകൃതിയുള്ള ചേഞ്ച് അനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ഫുഡ് പാറ്റേൺ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നെ ഫുഡ് കഴിക്കേണ്ടി വരില്ല. കാരണം നമുക്ക് ആ ഭൂമിയിലെ നമ്മൾ നിലനിൽക്കില്ല. ഇതാണ് ജിറാഫിൻ്റെ എന്ന് പറയുന്നത്. അതിനുശേഷം ഒക്കേഷൻ മരം വലുതായി, ജിറാഫും വലുതായി. അപ്പോൾ ജിറാഫ് വീണ്ടും ഈറ്റങ്ങളെ തിന്നാൻ തുടങ്ങി. അപ്പോൾ ഒക്കേഷൻ മരം പറഞ്ഞ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ മരത്തിന് മുള്ളു വന്നു തുടങ്ങി. അപ്പോൾ ജിറാഫിന് തിന്നാൻ ബുദ്ധിമുട്ടായി. പക്ഷെ കാലക്രമേണ ആ മുള്ളും ജിറാഫിന് തിന്നാൻ പറ്റുന്നതായി, പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അന്ന് ഇവർ ഫുഡ് തേടി നിലത്തിറങ്ങിയ സമയത്ത് ഒരുപാട് വേറെ മൃഗങ്ങളുണ്ട്, ലെപ്പേർഡ് അതുപോലത്തെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു ഇവരെ പിടിക്കാനും അവരെ കൊന്നു തിന്നാനും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആകെപ്പാടുണ്ടായ സോഴ്സ് എന്ന് പറയുന്നത് മരങ്ങൾ മാത്രം, മരങ്ങളാണ്. പക്ഷെ മരങ്ങൾ ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈച്ച് ആൻഡ് എവറി ഡേയ്സ് അല്ലെങ്കിൽ കൊല്ലങ്ങളായിട്ട് മരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പൂർവികർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ബോഡിയിൽ നിറച്ച് രോമങ്ങളായിട്ടും അവരെ നടത്തം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് നടക്കുന്നത്. വളരെ സ്ലോയിലാണ് അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ളത്. അന്നത്തെ നമ്മുടെ പൂർവികൻ ആർട്ടിപെത്തിക്കൽ റെമിഡീസ് എന്ന് പറയുന്നത് 80% അവർ തിന്നത് മരത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കായികനികളൊക്കെ എടുത്തിട്ടാണ്. പിന്നെ കുറച്ച് തേനും പിന്നെ കുറച്ച് അവിടെ നിന്നുള്ള ചെറിയ ചെറിയ ജീവികളെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 80-90% അവർ എന്തായിരുന്നു? വെജിറ്റേറിയൻസ് ആയിരുന്നു. കണ്ടില്ലേ, മരങ്ങളൊക്കെ നശിച്ചു തുടങ്ങി. ഈ ഒരു രീതിയിലേക്ക് മാറി. അതായത് മനുഷ്യന് ഫുഡ് കിട്ടുന്ന അളവ് കുറഞ്ഞു തുടങ്ങി മരത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ പ്ലാന്റിൽ മരത്തിലുള്ള വെജിറ്റേറിയൻസും നിലത്തുള്ള വെജിറ്റേറിയൻസും തമ്മിൽ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പം നിലത്തുള്ള വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ പശു പുല്ല് തിന്നും, അല്ലെങ്കിൽ അവർക്ക് പഴങ്ങൾ കൊടുത്താൽ മാങ്ങ കൊടുത്താൽ ഒക്കെ തിന്നും. പക്ഷെ മരത്തിലുള്ള ജീവിയും വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ, അതായത് കുരങ്ങനെ തന്നെ എടുത്തു നിങ്ങൾ. ഈ കുരങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തിന്നും? കുരങ്ങൻ ഒരിക്കലും പുല്ല് തിന്നില്ല. അവർ മരങ്ങളും. അതാണ് ട്രീയിലെ വെജിറ്റേറിയൻസും ഈ നിലത്തുള്ള ഭൂമിയിലുള്ള വെജിറ്റേറിയൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ടോപ്പിക് ഇന്നലെ ഞാൻ എടുത്തായിരുന്നു. പണ്ട് മൗണ്ടൻ വന്നതിന് ശേഷം ഈ ഭാഗത്ത് നല്ല മഴ പെയ്യാനും ഈ ഭാഗത്ത് മഴ പെയ്യാതെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇവിടെയുള്ള ഫോറസ്റ്റ് നശിച്ചിട്ടാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് ഹ്യൂമൻസായി എവല്യൂഷൻ സംഭവിച്ചത്. ഇതായിരുന്നു പണ്ടത്തെ കാടെന്ന് പറഞ്ഞാൽ. അത്രയും തിങ്ങി നിറഞ്ഞൊരു കാടായിരുന്നു. സൂര്യപ്രകാശം പോലും ഭൂമിയിലേക്ക് പതിക്കില്ലായിരുന്നു. അവിടെ നിന്നാണ് ഇത് ഫോറസ്റ്റ് ഒക്കെ നശിച്ച് ലെസ് ഫോറസ്റ്റായി വന്നു തുടങ്ങിയത്. കാലങ്ങൾ മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങൾ മാറുന്നതനുസരിച്ച് ആ കാടൊക്കെ മാറി ആഫ്രിക്കയിൽ ഈ ഒരു അവസ്ഥയായി. കാരണം നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണല്ലോ കാണുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് മരങ്ങൾ അവർക്ക് മരത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു തുടങ്ങി. ഇതാണ് ശരിക്കും നമ്മുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, തിങ്ങി നിറഞ്ഞ മരങ്ങളിൽ നിന്ന് ഭാഗത്തുനിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് അന്ന് 80-90% ആൾക്കാർ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഫലങ്ങളും ബാക്കിയ കായികങ്ങളും കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം ഇവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നിലത്തിറങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഇവരുടെ പേര് ആസ്ട്രോപത്തിക്കൽ, അതായത് സൗത്തൻ യൂറോപ്പ് സൈഡ് ഡെസേർട്ടിലുള്ള ആൾക്കാരാണെന്നാണ് അതിൻ്റെ അർത്ഥം. അവരന്ന് കഴിച്ച ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലത്തുള്ള ചെറിയ ചെറിയ ജീവികളെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് കണ്ടല്ലേ നിങ്ങൾ, നിലത്തുള്ള ചെറിയ ചെറിയ ജീവികളും പിന്നെ ചെറിയ ചെറിയ റൂട്ടിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ സാധനങ്ങളും കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്,
90% അല്ലെങ്കിൽ 80% നമ്മൾ കായികനികൾ കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ 50% 50-50 50% വെജിറ്റേറിയനും 50% നോൺ വെജിറ്റേറിയനായി മാറി. ഇനി അടുത്ത ജനറേഷനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇനി മുതലാണ് വീഡിയോ ശ്രദ്ധിച്ച് കാണേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും.